അപ്പോൾ നമുക്ക് ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ആക്ടിലെ വ്യവസ്ഥകൾക്കനുസരിച്ചിട്ട് ഈ ആക്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡ്യൂളാണ്, അതിന്റെ പരിശീലനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അങ്ങനെ ഒരു മോഡ്യൂളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അവിടെയും ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ നിർമ്മാതാവാണ് തൊഴിൽ ദാതാവ്. അപ്പോൾ തൊഴിൽ ദാതാവും തൊഴിൽ ചെയ്യുന്നവരുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നതിന് മുൻപ് ഉണ്ടാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതെവിടെയാണ് ഡീൽ ചെയ്യപ്പെടുന്നത്? ഓഡീഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ളത് എവിടെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക എന്നതുൾപ്പെടെയുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്തിട്ടാണ് ഈ മോഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചലച്ചിത്ര മേഖലയിൽ ഈ കരാറ് ഏർപ്പെടുന്ന സമയം മുതൽ it's a responsibility of the producer to ensure that an IC, an internal committee, is formed for a cinema. ഒരു ചലച്ചിത്രം അതിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു IC രൂപീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക എന്നുള്ളത് പരമമായി അതൊരു നിർമ്മാതാവിന്റെയും ഉത്തരവാദിത്തമാണ്. അനേകർ ഈ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഷൂട്ടിംഗ് ഉണ്ട്, അതിന്റെ ഡബിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ മേഖലകളുമായിട്ട് എഡിറ്റിംഗ് ഉണ്ട്. എവിടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ഈ വനിതാ ദിനത്തിൽ മാർച്ച് 8 വനിതാ ദിനത്തിന് തൊട്ടു മുൻപ് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ 95 ഡിപ്പാർട്ട്മെന്റ്സിൽ ICകൾ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ പ്രവർത്തനം നടത്തിയിരുന്നു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ചീഫ് സെക്രട്ടറി ആൻഡ് ഓൾ അതർ ഓഫീസേഴ്സ് ആൻഡ് ഓൾ അതർ ministers, and I would like to thank the Honorable Chief Minister also, because we could achieve the target. All the 95 departments have formed, all the offices have formed the ICs in all the offices, in all the departments in Kerala state. So that's a ഇപ്പോൾ നമ്മൾ ചിന്തിക്കും 2013 ആക്ട് ആണ്, അത് ഇതുവരെ നമ്മൾ 2025 ഇത് രൂപീകരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ബെറ്റർ ലേറ്റ് ദാറ്റ് നെവർ എന്നുള്ളതാണ് നമുക്ക് അതിൽ ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി എല്ലാ സർക്കാർ ഓഫീസുകളിലും അത് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ICC നമ്മൾ നേരെ നല്ല രീതിയിൽ നടത്തുന്നതിന്റെ 2-3 ഗുണങ്ങളുണ്ടാവും. ഒന്ന്, സ്ത്രീകൾക്ക് കുറച്ച് ധൈര്യമായിട്ട് ഈ സ്പേസസിലോട്ട് കടന്നു വരാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ട് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയിൽ കൂടും. നമ്മൾ ഓർക്കേണ്ടുന്ന കാര്യമാണ്, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ സ്ത്രീകളാണ് മോർ ദൻ 50% ഓഫ് യുവർ ഓഡിയൻസ്. ഈ സ്ത്രീകൾ ഇന്നത്തെ നിലയ്ക്ക് ഒരു പേട്രിയാർക്കൽ ലെൻസിൻ്റെ അകത്ത് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ, ഇപ്പൊ തന്നെ മാറ്റം കാണാനും പറ്റും. അപ്പം വി ഫൈൻഡ് ദാറ്റ് സ്വാഭാവികമായിട്ട് തന്നെ നമ്മളുടെ മൂവീസും ഇതുമൊക്കെ സ്റ്റാർട്ട് ചേഞ്ചിങ് ടു അഡാപ്റ്റ് ടു ദി ഓഡിയൻസ് and the desire of the audience. അപ്പം അതും നമ്മൾ we need to keep that in mind. അപ്പം അങ്ങനെ നമുക്ക് സ്ത്രീകൾ കൂടുതൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ICCയുടെ പ്രവർത്തനത്തിൽ കൂടി അവരുടെ സുരക്ഷിതത്വം, അവർക്ക് സേഫ്റ്റി ഉണ്ടെന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, and let me tell you the impact of something like this of a harassment on a woman ചില്ലറയൊന്നുമല്ല. It does not കംപ്ലീറ്റ് വയലേഷനിലോട്ട് പോകണമെന്നൊന്നുമില്ല. അത് വാക്കാലുള്ള ഹാരസ്മെന്റ് ആകാം, അല്ലാതെയുള്ള ഹാരസ്മെന്റ് ആകാം, which does not necessarily come out as complete and terrible violence. പക്ഷെ ഈ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ സ്ത്രീകൾ അഭിമുഖീകരിക്കും. അവർക്ക് അഭിമുഖീകരിക്കേണ്ടതില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് പറ്റണം.